ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സീരിയൽ ലവേഴ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വീട്ടമ്മമാരുടെ ജനപ്രിയ സീരിയലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന മഴതോരും മുൻപേ, ചെമ്മനീർ പൂവ്, കാറ്റത്തെ കിളിക്കൂട് എന്നീ 3 സീരിയലുകളുടെ റിവ്യൂ ആണ് സീരിയൽ ലവേഴ്സ് എന്ന എൻ്റെ ചാനലിലൂടെ പറയുന്നത്. ഒരു ദിവസം 3 സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് വ്യത്യസ്ത സമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് മഴതോരും മുൻപേ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഓക്കെ, ബൈ. അപ്പം നമുക്ക് അലീനയുടെയും മണിശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പോൾ ഗംഗാധരൻ ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ അത് ബാലചന്ദ്ര, നിങ്ങളുടെ പെങ്ങളുടെ മകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുന്നു. ഗംഗാധരൻ തിരിഞ്ഞു നോക്കി. എനിക്കറിയാം ബാലചന്ദ്ര, നിൻ്റെ മനസ്സിലെ പക എന്താണെന്ന്. ബാലചന്ദ്രൻ പറഞ്ഞു, പകയോ? എനിക്ക് നിങ്ങളോട് ആരോടും പകയില്ല. ഇത് കേട്ടപ്പോൾ ഗംഗാധരൻ പറയുന്നു, വേണ്ട ബാലചന്ദ്ര, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. ഒരുപക്ഷെ ഞാൻ അവളെ എൻ്റെ പെങ്ങളുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അവളെ നോവിച്ചിട്ടില്ല. പിന്നെ രാജീവൻ്റെയും ശിവൻ്റെയും കാര്യം അറിയാതെയാണ് അവർക്ക് തെറ്റു പറ്റിയത്. അത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവർക്കതിൽ പശ്ചാത്താപമുണ്ടെന്നും ഗംഗാധരൻ പറയുന്നു. ശരി ഗംഗേട്ട, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. എങ്കിൽ ഗംഗേട്ടൻ ചെല്ല്, എനിക്ക് ഗംഗേട്ടനോട് ദേഷ്യമൊന്നുമില്ല. എൻ്റെ വിദ്വേഷമൊക്കെ വൈജയോട് മാത്രമാണ്. എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം, റെഡിയാവണം എന്ന് ബാലചന്ദ്രൻ ഗംഗാധരനോട് പറയുന്നു. പിന്നെ ഗംഗാധരൻ ഒന്നും പറഞ്ഞില്ല. ഗംഗാധരൻ താഴേക്ക് ഇറങ്ങി വന്നു. അലീന പറയുന്നു, ആഹാരം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഗംഗാധരൻ പറയുന്നു, അത് പിന്നെ മോളെ അലീന, ഒന്നും പറയണ്ട, ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, എടുത്തു വെക്കാം. അലീന പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു. മനുവിനെയും കൃഷ്ണമോളെയും വിളിച്ചിരുന്നു. എല്ലാവരും വന്ന് ആഹാരം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഗംഗാധരൻ അലീനയെ നോക്കുന്നു. വൈജയുടെ മോളാണെന്ന് അവൾക്കറിയാം. അവൾ സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ വീട്ടിലെ പണികളെല്ലാം നോക്കി കഴിയുന്നു. അവളുടെ അമ്മ വൈജയന്തിയാണെന്ന് അവൾക്കറിയാം. അമ്മയൊന്ന് കാണാൻ വേണ്ടി മാത്രം അവൾ വന്നതാണ് എന്നെല്ലാം ഗംഗാധരൻ മനസ്സിൽ പറയുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെന്ന് ഗംഗാധരൻ പറയുമ്പോൾ അടിപൊളി കുക്കാണ് അലീനയെന്ന് മനു പറയുന്നു. അവിടെ കമലാൻ്റി ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ട് മനുവേട്ടൻ്റെ വായിലെ രുചിയൊക്കെ പോയെന്ന് തോന്നുന്നു. അവിടെ നിൽക്കുന്ന ഭവിതേച്ചിയുടെയും രോഹിതേട്ടൻ്റെയും അവസ്ഥ എന്താകുമോ എന്ന് കൃഷ്ണമോൾ പറയുന്നു. മനുശങ്കർ ചിരിക്കുന്നു. ആഹാരം കഴിച്ച ശേഷം ഗംഗാധരൻ ഇറങ്ങുന്നു. ഹോസ്പിറ്റലിലൊന്ന് പോകണം, ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. വൈജയന്തിയുടെ കാര്യത്തിൽ എന്താകുമോ എന്നറിയില്ല. ബാലചന്ദ്രൻ അനുകൂലമായ ഒരു രീതിയിലല്ല സംസാരിച്ചതെല്ലാം. അതെല്ലാം ഓർത്ത് ഗംഗാധരൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇതെല്ലാം അവളുടെ അഹങ്കാരമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അവളുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് ഗംഗാധരനും ബാലചന്ദ്രനും എല്ലാം അറിയാമായിരുന്നു. പിന്നീട് പോകുന്നതിന് മുമ്പ് അലീനയെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു. എന്തൊക്കെ ആയാലും നിന്നെ അംഗീകരിക്കാൻ അവൾ തയ്യാറാകില്ലെന്ന് ഗംഗാധര മേനോൻ അലീനയോട് പറയുന്നു. അവൾ കാര്യങ്ങളൊക്കെ അറിയാത്തതാണ് നല്ലത്. എനിക്കറിയാം അങ്കിളെ എന്ന് അലീന പറയുന്നു. എനിക്കൊരു സ്ഥാനവും വേണ്ട, എൻ്റെ അമ്മയെ ഒന്ന് കാണണം, അത്ര മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, അതിനപ്പുറം ഒന്നും വേണ്ട. എന്നാൽ ശരി മോളെ എന്ന് പറഞ്ഞ് ഗംഗാധര മേനോൻ ഇറങ്ങുന്നു. അതിനുശേഷം ബാലചന്ദ്ര മേനോൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ താഴേക്ക് റെഡിയായി വരുന്നു. മനുവിനോട് ചോദിക്കുന്നു, നീ എപ്പോഴാണ് പോകുന്നത്? ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകുന്നുള്ളൂ അങ്കിളെ എന്ന് മനു പറയുന്നു. ബാലചന്ദ്രൻ മേനോൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ പൈസ അടയ്ക്കണം, വൈദ്യയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ഗോവർദ്ധനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഭർത്താവിൻ്റെ സ്ഥാനത്ത് ബാലേന്ദ്രൻ മേനോൻ തന്നെയാണല്ലോ. കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വന്തം ഭാര്യയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത് ബാലചന്ദ്രൻ തന്നെ ആയിരുന്നു. മനുശങ്കർ അലീനയോടും കൃഷ്ണയോടും സംസാരിക്കുന്നു. മനു അലീനയോട് ചോദിക്കുന്നു, നിനക്ക് വിഷമമുണ്ടോ? അതെന്താ മനുവേട്ട അങ്ങനെ ചോദിക്കുന്നത്? സ്വന്തം അമ്മയാണ് വൈജയന്തി ആൻറ്റിയെന്ന് അറിഞ്ഞിട്ടും ഇത്രയും ക്രൂരതയൊക്കെ നിന്നോട് ചെയ്തിട്ടും നിനക്ക് വിഷമം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറഞ്ഞു, എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത്? പക്ഷേ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മ എന്നെ തിരിച്ചറിയണമെന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ആരൊക്കെ അറിയരുതെന്ന് ആഗ്രഹിച്ചോ അവരെല്ലാം അറിഞ്ഞു. അത് കേട്ട് കൃഷ്ണമോൾ പറഞ്ഞു, ചേച്ചി സങ്കടപ്പെടല്ലേ, എനിക്ക് സങ്കടമൊന്നുമില്ല. എൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അച്ഛനെ കിട്ടി, മനുവേട്ടൻ, എൻ്റെ അനിയത്തി, എല്ലാവരും ഉണ്ടല്ലോ. ശരിയാ നീ പറഞ്ഞത്.
ആൻറ്റിയുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ സ്വന്തം മകളാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ ആൻറ്റി ജീവിച്ചിരിക്കത്തില്ല എന്ന് പോലും പറയുന്നു. എനിക്കറിയാം മനുവേട്ട, അമ്മയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരിക്കലെങ്കിലും അമ്മ എന്നെ തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും അലീന പറയുന്നു. എന്ത് വന്നാലും പറഞ്ഞാൽ മാത്രം മതി. ഒരു കാര്യത്തിന് വേണ്ടി വിഷമിക്കേണ്ടെന്നും എന്തിനും ഞാൻ ഒപ്പം കൂടെയുണ്ടെന്നും മനുശങ്കർ അലീനയോട് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറയുന്നു, മനുവേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മനുശങ്കർ, ശരിയാ, നിന്നെ കാണാതെ പോയ ആ സമയത്ത് ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നും മനുശങ്കർ അലീനയോട് പറയുന്നു. ആ സമയം മനുശങ്കറിൻ്റെ കണ്ണുകളിൽ ഒരു പ്രണയം അലീന കാണുന്നുണ്ടായിരുന്നു. അവൾക്കറിയാം മനുവേട്ടന് എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ അത് വൈജയന്തിയുടെ മകളാണെന്നറിഞ്ഞതിന് ശേഷമല്ല. അവൾ വേലക്കാരിയായിട്ട് നിൽക്കുന്ന സമയം തൊട്ട് മനുവിന് അലീനയോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയാമായിരുന്നു. ഗംഗാധരൻ വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് വൈജയന്തിയോട് പറയുന്നു, ഞാൻ ഇന്ന് പോവുകയാണ്. എന്താ ഗംഗേട്ട ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, വീട് കൂട്ടിയിട്ട് 3-4 മാസമായി. മാലതി പൂനെയിലാണ്. മാലതിയെ വിളിച്ചുകൊണ്ട് പോകണം. പിന്നെ എന്ത് കാര്യത്തിനും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ രാജീവിനെയും ശിവനെയും എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ വന്നോളാം. എല്ലാവരും ഓരോ ജോലി തിരക്കിലാണെന്നും ഗംഗാധരൻ വൈജയന്തിയോട് പറയുന്നു. പിന്നെ ബാലചന്ദ്രനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയതെന്നും ബാലചന്ദ്രൻ പറയുന്നത് നീ അനുസരിക്കണമെന്നും ഗംഗാധരൻ വൈജയന്തിയോട് പറയുന്നു. നീ ഇവിടുന്ന് നേരെ കടപ്പാട്ടൂരോട്ട് പോകണമെന്നും അവിടെ നിൻ്റെ കാര്യങ്ങളെല്ലാം അലീന നോക്കുമെന്നും പറയുമ്പോൾ വൈജയന്തിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി പറഞ്ഞ് എന്നെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകാനാണോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുന്നു. നീ തിരിച്ച് കൊല്ലപ്പള്ളിയിലോട്ട് പോയാൽ നിന്നെ ആര് നോക്കും അവിടെ? അതുകൊണ്ട് നേരെ കടപ്പാട്ടൂരോട്ട് പോയാൽ അവിടെ അലീന നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമെന്ന് കാര്യങ്ങൾ പറഞ്ഞ് വൈജയന്തിയെ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഗംഗാധരൻ പുറത്തേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരുകയാണ്. ബാലചന്ദ്രനെ കണ്ടതും ഗംഗാധരൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, ഞാനിന്ന് പോകും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അവളോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് മാത്രമല്ല വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആരും ചെയ്യുന്ന ഒരു മനസ്സാക്ഷിയുടെ ഒരു കാര്യം മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത റിവ്യൂ നമുക്കിനിയും കാണാം. ഓക്കെ.